കാരണം അവിടെ ഒരു ഒരു കാടിനുള്ളിലുള്ള ഒരു ഗ്രാമമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറേ എലമെൻസിൽ പെട്ടതാണ് ഒരു കാട്, മണ്ണ്, മനുഷ്യൻ. അതൊരു താളാത്മകമായ അതെ. പ്രയോഗമാണ്. അത് തീർച്ചയായും. യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ഗ്രാമമാണ് ഈ ബഗ്ഗ എന്ന് പറയുന്ന ഗ്രാമം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത്, എവിടെയാണോ നെറ്റ്വർക്ക് അവസാനിക്കുന്നത് അവിടെയാണ് ബഗ്ഗയിലേക്കുള്ള പാതകൾ ആരംഭിക്കുന്നത്. എവിടെയാണോ ഔദ്യോഗികമായ വഴികൾ അവസാനിക്കുന്നത് അവിടെയാണ് ബഗ്ഗയിലേക്കുള്ള യാത്രകൾ ആരംഭിക്കുന്നത് എന്ന്. ഓക്കെ. അങ്ങനെ ഒരു കാടിനുള്ളിലൂടെ ഏകദേശം 1-2 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന ഒരു ഗ്രാമമാണ് ബഗ്ഗ എന്ന് പറയുന്നത്. അവിടുത്തെ വീടുകളെല്ലാം മൺവീടുകളാണ്, ഒറ്റമുറി വീടുകളാണ്. സാധാരണ ഈ ഗ്രാമങ്ങളിലൊക്കെ വിവിധ റൂമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും നമ്മുടെ നാട്ടിലേതുപോലെയല്ല, വേറൊരു സിസ്റ്റം. പക്ഷേ ബഗ്ഗയിലേതെന്ന് പറയുന്നത് അവർക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്ന കല്ലുകളും അവിടുത്തെ മണ്ണും ഉപയോഗിച്ച് കാട്ടിൽ നിന്ന് കിട്ടുന്ന മരങ്ങൾ പിന്നെ മുകളിൽ പാകി അതിന് കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പുല്ല് അതിന് മുകളിൽ മേഞ്ഞ് അങ്ങനെ നിർമ്മിക്കുന്ന, ലഭ്യമായ റിസോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതെ, അങ്ങനെ നിർമ്മിക്കുന്ന വീടുകളാണ്. അപ്പോൾ കുറച്ചുകൂടി പണമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുറേ എരുമകളൊക്കെ വളർത്തുന്ന ആളുകൾ, അവർക്ക് ഒരു പക്ഷേ ഇത്തരം 2-3 ഹട്ടുകൾ വേറെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുടിലുകൾ 2-3 ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് ബെഡ്റൂം, ഒന്നിൽ അടുക്കള, മറ്റൊന്ന് ഈ കുട്ടികളൊക്കെ ഉറങ്ങുന്ന റൂം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ സാധാരണ ഒരാളുടേത് ഒരൊറ്റ മുറി വീടാണ്. അവരുടെ അടുക്കളയൊക്കെ പുറത്തുള്ള ഒരു അടുപ്പായിരിക്കും. അല്ലാതെ അങ്ങനെയുള്ള വലിയ ഒരു അതിനു മാത്രമായിട്ടൊരു റൂം സംവിധാനിക്കുകയൊന്നുമില്ല.